അല്ല സാറേ, അപ്പൊ ഇന്ന് ഇത് ഡ്രീം ഉണ്ട്. ഞാൻ ക്യാമറമാൻ, ഇയാൾ ഡയറക്ടർ, ഇയാളോട് ചോദിക്കി. ഒന്ന് വിളിക്കറോ സാറേ സാറേ ഞാൻ പോരാ. സോറി, വാട്സ് മാറ്റർ? ഇന്ന് ഇത് ഡ്രീം ഉണ്ട്. ഓ, ടൈം എത്രയായി? സാർ എർത്തിലിപ്പോ 10 മണിയായി. ഓൻ കിടക്കാൻ 4 മണിയെല്ലാം. ചെക്കൻ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സാർ ഓനിപ്പോ സ്ഥിരം PUBG കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ മറ്റേ പാരച്യൂട്ട് പൊട്ടുന്നതോ അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് കൊള്ളുന്നതോ അത് ഏതെങ്കിലും കാണിക്കി. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇതേ സ്വപ്നമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി എന്തെങ്കിലും വേണ്ടേ? എന്നാ പിന്നെ മറ്റെടുത്താലോ? ഏത്? നമ്മള് സ്കൂൾ അസംബ്ലിക്ക് നേക്കഡായിട്ട് പോകുന്നു. ഇയാളുടെ ഒരു സ്കൂൾ അസംബ്ലി. ഏയ്, സ്കൂൾ അസംബ്ലി മറ്റേ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് വീഴുന്ന മാസ്റ്റർ പീസ് ആയിട്ടാണ്. എത്ര ആൾക്കാരാണ് റൈറ്റ്സ് എടുത്തിട്ട് പോയിട്ട് റീമേക്ക് ചെയ്ത്. അതെല്ലാം ശരി തന്നെ, പക്ഷെ കൈരളിക്കാറ് വലിയായിട്ട് എടുത്ത പോലെ നമ്മളും അത് കുറെ വെച്ചിട്ടില്ലേ. അതന്നെ, എന്റെ ക്യാമറ ബ്രില്യൻസ് കാണിക്കാൻ ഒരു അവസരം പോലും ഇല്ല. ഇതിപ്പോ ചെക്കന്റെ മൈൻഡ് ആയതുകൊണ്ടാണ് ഫുൾ ടൈം പെബ്ജി. എന്റെ അച്ഛന്റെ മൈൻഡ് കിട്ടിയാൽ മതിയായിരുന്നു. അതിന് ഓന്റെ അച്ഛൻ സ്കൂളിലേക്കൊന്നും പോയിക്കാം. ആളെ നിങ്ങളെ മാസ്റ്റർ പീസ് ഐറ്റം കൊണ്ടിടാനും കഴിയാം. അതല്ലാതെ ഇവന്റെ അച്ഛൻ റബ്ബർ എത്താൻ പോകുമ്പോ നേരെ രാജവമ്പല വന്ന് തലക്കൊത്തുന്ന ഒരു സാധനം ഇറക്കായിരുന്നു. സാറേ, നമ്മുടെ പുതിയ ഡ്രീമിന്റെ കഥ പറയാൻ വന്ന ആള് കുറെ സമയം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വേറെ ഒരാളെ സ്ക്രിപ്റ്റ് എന്നെല്ലാം പറയുമ്പോ ഒന്ന് കേട്ട് നോക്കാം. എന്നാ വിളി. സാറേ നമസ്കാരം. കഥ വേഗം പറഞ്ഞോ. സാറിന് അങ്ങനെ കളയാൻ സമയമൊന്നുമില്ല. ബന്തെടുക്ക എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. നിങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. സാർ, ഈ ചെക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ലൊരു ജോലിയെല്ലാം കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണ് പോകുന്ന ഒരു കൺസെപ്റ്റ്. ഫീൽ ഗുഡ്. ഈ 32 സപ്ലി ചെക്കൻ അതെ, പഠിച്ച് ജോലി കിട്ടി. അതെ. ഒന്ന് പോടോ. അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കുന്നതിൽ നടക്കുന്ന കാര്യമല്ലേ. നമ്മൾ വയലൻസ് മാത്രമേ എടുക്കലുള്ളൂ. സാർ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് പോവാം. ഹരി, നിങ്ങൾ എന്നെ തേടി വരും, ചാത്തമാർ വരുത്തും. പിന്നെ ചാത്തമാർക്ക് അതല്ലേ പണി. ചാത്തൻ ഐഡിയ. പ്രജീഷേ, ക്യാമറ എടുത്തോ. ആ ചെക്കൻ്റെ ഡെമ്മി റെഡി അല്ലേ? അതിലുണ്ട്. വർക്കിംഗ് അല്ലേ? പെർഫെക്റ്റ്. സാറേ, എന്ത് പറ്റി? അമ്പലത്തിൽ നിന്റെ പേരിൽ ഒരു പൂജ അയപ്പിച്ചിന്, അതിന്റെ പ്രസാദാണ് ഇത്. എന്റെ ദുസ്വപ്നം ഒന്നും കാണില്ല കേട്ടോ. Damn it. We are trapped. എന്തായിടാ? നമ്മൾ ലിസ്റ്റിൽ ഒരു നല്ല ഡ്രീം പോലും ഇല്ലാട്ടാ. അതന്നെ, ഫുള്ള് ദുർമരണവും കൊലപാതകവും മാത്രം. നിങ്ങൾ എന്നെ തേടി വരും, ചാത്തമാർ വരുത്തും. എടാ, നീ നേരത്തെ ഒന്ന് അയാളെ വിളിക്ക്. അയാൾ ഇല്ലുമിനാറ്റി തോന്നുന്നു. സാറേ, നമുക്ക് ഇവന്റെ മറ്റേതിട്ടാലോ? മറ്റേതാ? മറ്റേ തെറ്റ് ചെയ്യാത്തവരെ ആരുമില്ല പോകും. എടാ, നീ അവന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ട് ഏതോ അമ്പലത്തിലെ പൂജയാണ് ഫിലമെന്റ് അടിച്ചു വേണ്ടതിന്റെ.